വന്ദനമേ യേശുരക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമായി, നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമായി. വന്ദനമേ യേശുരക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനും അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. സുബോധത്തോടും ആരോഗ്യത്തോടും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിച്ച എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച അനേക മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയമുണ്ട് കർത്താവേ. എല്ലാം അങ്ങയുടെ തിരുവൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്നൊരു നല്ല കർത്താവ് ഞങ്ങൾക്ക് ഹാലലി ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയ ദൈവം വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ഞങ്ങളെ ആ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. അങ്ങ് ഞങ്ങൾക്ക് ബലമുള്ള ഗോപുരമായ ശൈലമാ കോട്ടയാ ഞങ്ങളുടെ സങ്കേതമാ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതാർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ സൗഖ്യമാകണം. സകല കാര്യാദികളെയും ചെയ്തെടുപ്പാനുള്ള കൃപയും ബലവും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകുമാറാകണം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ ഇന്നുവരെ സൂക്ഷിച്ച ദൈവം പിന്നെ സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ആവശ്യമാർന്നതെല്ലാം തന്ന് പോറ്റി പുലർത്തണമേ കർത്താവേ. ഞങ്ങളുടെ പോക്കിൽ, വരവിൽ, വാഹനയാത്ര, വഴിയാത്രയിൽ, ജോലി കാര്യങ്ങളിൽ, വിശ്രമവേളകളിലൊക്കെ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. എങ്ങും ഞങ്ങളെ തനിയെ അയക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തനർത്ഥത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. സ്വർഗത്തിലെ അപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കണേ, വാഴ്ത്തി അനുഗ്രഹിക്കണേ, നന്മ കൊണ്ട് നിറയ്ക്കണമേ, സമാധാനവും സൗഖ്യവും തരണമേ കർത്താവേ. ശത്രു കാണാതെ, ദുഷ്ട പിശാച് തൊടാതെ സ്വർഗം ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയം ഒരുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി പ്രവർത്തിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവന മാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബാങ്ക് ജോലിക്കായി കാത്തിരിക്കുന്നൊരു ജീവിതമുണ്ട് കർത്താവ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചവരാ കർത്താവേ. എവിടെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി കണ്ട് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം കരയറ്റുവാനും എൻ്റെ ദൈവം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ആ മക്കളെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങനെ ഉപജീവന മാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. അവരാനെ ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കരുതേ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുതേ, ദൈവത്തിലുള്ള വിശ്വാസം ചോർന്നു പോകാൻ അനുവദിക്കരുതേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി ചെയ്യുന്ന മക്കളെയും ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണം കർത്താവ്. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കൾ, ആണും പെണ്ണുമായ മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ തക്ക തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സ്വർഗത്തിലെ അപ്പൻ അവർക്ക് തക്ക തുണ ഒരുക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നല്ല തലമുറയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവരെയും ഉള്ള കാര്യത്തിൽ വഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവ് ഈ സമയം യാത്ര പോകുന്ന മക്കളെ ഓർക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണമപ്പാ. അലയുവാൻ വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കാതെ ഓരോ വാഹനത്തെയും കാൽവരയിത്തം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കൾ, വിസ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ ദൈവത്തെ ഹാലലി കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്കും വാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ, കർത്താവെ സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവ് PR-ൻ്റെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന പൈതൽ, അങ്ങനെ എൻ്റെ കർത്താവ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളൊക്കെ നന്നായി എഴുതുവാൻ ഇടയാക്കുമാറാകണം. അപ്പാ, നീ ഇവിടുന്ന് നല്ല മാർക്കോടെ പാസ്സാവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാ. എൻ്റെ ദൈവം ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും ഓരോ മക്കൾക്കും കൊടുത്ത് ആ കാര്യം തന്നെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ കർത്താവ് പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് ഈ പുതുവർഷകാലം കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത അനേക ജീവിതങ്ങളുണ്ട്. കരയുന്നവരുണ്ട് കർത്താവേ സ്തോത്രം. ജീവിതം പോലും മടുത്തുപോയവരുണ്ട് കർത്താവേ. എന്തിനു ജീവിക്കുന്നു എന്നുള്ള ചോദ്യചിഹ്നമായി നിൽക്കുന്നവരുണ്ട് കർത്താവേ. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലാ. നിൻ്റെ വചനമയച്ച് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒരു ദുഷ്ടപ്പോരുകളും എൻ്റെ കുഞ്ഞുങ്ങളുടെ നേരെ കടന്നിയല്ലാതെ വണ്ണം സ്വർഗീയ സമാധാനത്താൽ ഓരോ കുടുംബത്തെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വേദനകളെ, പ്രയാസങ്ങളെ, ഭാരങ്ങളെ സ്വർഗമേറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങൾ, അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളും സഹോദരിമാരും ഉണ്ട് കർത്താവേ. മനസാന്തരപ്പെടുത്തണേ അപ്പാ. ഈ മദ്യപാനത്തിൽ നിന്ന്, ലഹരിയിൽ നിന്നൊക്കെ കർത്താവ് ഒരു മോചനം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് അധികാരികളോടൊക്കെ ഇടപെടണേ, സംസാരിക്കണേ കർത്താവേ. ഈ ലഹരി പദാർത്ഥത്തിന് ഒരു അറുതി വരുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. പുകയുന്ന ഈ ജീവിതങ്ങളുടെ നടുവിൽ ചില പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ വിഷയത്തിന് നടുവിൽ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങണമേ. ആരാലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയമാണ്, എന്നാൽ സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ തീർത്തു തരുവാൻ ഹോവേ നീയല്ലാതെ മറ്റാരുമില്ലപ്പാ. ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങണമേ കർത്താവേ. സ്വസ്ഥതയും സമാധാനം നൽകി കാത്തുകൊള്ളണമേ കർത്താവേ. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപ ധാരാളമായി ഇറങ്ങട്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ കർത്താവേ. വസ്തു സംബന്ധമായ ചില പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗം ഇറങ്ങിയത് പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. PR ലഭിക്കേണ്ട ജീവിതമുണ്ടപ്പാ. ആ എക്സാമിന് തയ്യാറെടുക്കുന്ന പൈതലുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ജോലിയിലൊരു ഹല്ലേലൂയ പ്രമോഷൻ ലഭിക്കേണ്ടവരുണ്ട് കർത്താവേ. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവരുണ്ടപ്പാ. എൻ്റെ കർത്താവേ, താമസ സൗകര്യമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, യാത്രാ സൗകര്യമില്ലാത്തവർ, മേലധികാരികളുടെ പീഡനം സഹിക്കുന്നവർ, പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണും പെണ്ണുമായ മക്കൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ നീ വിടുവിച്ച ജീവിതങ്ങളുണ്ട്. നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയത്തിന് നടുവിലും ആ കുഞ്ഞുങ്ങളുടെ നടുവിലും സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വർഗീയമായ കരമൊന്ന് നീട്ടി ഓരോ മക്കളെയും വിടുവിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കേസുകളുടെ മേലൊക്കെയും സ്വർഗം ബാധിച്ച് ജയം തന്നെ മക്കൾക്ക് നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ ബിസിനസ്സൊക്കെയും അനുഗ്രഹിക്കപ്പെടണം. ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സിനെയും കർത്താവ് ഏറ്റെടുക്കണമേ. ഓരോ നിമിഷവും വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഓരോ മക്കളുടെയും പക്കൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും കർത്താവ് ബലപ്പെടുത്തി സമാധാനത്തിൽ നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു കർത്താവേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം മുൻപോട്ട് ജീവിപ്പാനുള്ള ദൈവകൃപയും പ്രത്യാശയും ഓരോ മക്കൾക്കും കൊടുത്ത് നിലനിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ദൈവം ഞങ്ങളുടെ രോഗികളെയും ഈ സമയം ഏൽപ്പിച്ചു തരിക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, തൊക്കെ സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന വേദനകൾ, നീർക്കെട്ടുകൾ, പുകച്ചിലുകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ കർത്താവേ, കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ഓർമ്മയില്ലാത്തവരും മാനസികമായി വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരും ഒക്കെ ഉണ്ട് കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. ഷോൾഡർ
പെയിനിലാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. കൈകാലുകൾക്ക് ചലനമില്ലാത്തവരുണ്ടപ്പാ. വീൽ ചെയറിലും കിടക്കകളിലുമായിരിക്കുന്നവരുണ്ട് കർത്താവേ. സ്വന്തം കാര്യം ചെയ്തെടുപ്പാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്നവർ, പരസഹായം കൂടാതെ നടക്കുവാൻ കഴിയാത്തവർ, സ്വർഗത്തിലെ ദൈവമേ, നീ ഓരോ മക്കളെയും കാണുന്ന ദൈവമാണല്ലോ. അങ്ങ് മരുന്നാണ്, അങ്ങ് വൈദ്യനാണ്. ഒന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനൊക്കെ വിധേയപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലപ്പാ, തങ്കക്കരം ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. കർത്താവേ, നീ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ കർത്താവേ. സകലവിധ കാര്യാദികളെയും അറിഞ്ഞ് സ്വർഗം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഇരക്കുവാൻ നാണമാ കളയ്ക്കുവാൻ ശേഷിയില്ല കർത്താവേ. എന്നാൽ നിത്യവൃത്തിക്കുള്ള വകകളെ കൊടുത്ത് ഓരോ മക്കളെയും പോറ്റി പുലർത്തിയ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളറിഞ്ഞ് ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പനളവ് കൂടാതെ നൽകിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു നാഥാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ അപ്പായേ, നീ ഇറങ്ങി പ്രവർത്തിച്ച് ഓരോ മക്കൾക്ക് കൊടുത്ത് സൗഖ്യം നൽകി മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഒരു വലിയ വിടുതലും സൗഖ്യവും സമാധാനവും ഓരോ മക്കൾക്കും കൊടുത്ത് സ്വർഗം മാനിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ച ദൈവമാ, മാനിച്ച ദൈവമാ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുനീര് തുടച്ച ദൈവമാ, ഞങ്ങളുടെ വേദനയ്ക്ക് അറുതി വരുത്തിയ ദൈവമാ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവ്. സ്തോത്രം. പിന്നെയും സൗഖ്യദായകൻ അവിടുന്ന്. കരുണ തോന്നേണ്ടമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. നടിയങ്ങളുടെ കുടുംബത്തോട്, കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട് കർത്താവ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിലെ ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സഹോദരവർഗ്ഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ആമേൻ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചാർത്ത് വയ്ക്കുന്നു കർത്താവ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സൂക്ഷിക്കണേ. അനാഥരെ വിധവകളെ സംരക്ഷിക്കണമേ. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം ഓരോ വിഷയത്തിന് പേരും മറുപടി അയച്ച് മാനിച്ച് മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ കാത്തോണേ. അരുതാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ കർത്താവേ. ദൈവഭയത്തിൽ ജീവിപ്പാൻ തക്കണം ഓരോ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ വൈദങ്ങളെല്ലാം വളർത്തി തന്നാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.